പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ തപാൽ. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആര്? ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആര്? ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വാജ്പേയി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖയാണ്? ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖയാണ്? ഏത് രാജ്യത്തിന്റെ ആയിരിക്കും? ഉത്തരം ബെൽജിയം. വിംസ് എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര്? വിംസ് എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര്? ഉത്തരം കിട്ടിയോ? വി എം ബാലചന്ദ്രൻ. മറക്കല്ലും എങ്ങനെയാണ്? വിംസ്. ആരാണ്? വി എം ബാലചന്ദ്രൻ. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി, ഓപ്ഷൻ നോക്കേ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ശിരുവാണി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം? കേരളത്തിൽ ആദ്യമായിട്ട് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം? ഉത്തരം നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. അടുത്ത ചോദ്യം, ആലപ്പുഴ നഗരം സ്ഥാപിച്ചത് ആര്? ആലപ്പുഴ നഗരം സ്ഥാപിച്ചത് ആര്? ഉത്തരം രാജാ കേശവദാസ്. ആരാണ്? രാജാ കേശവദാസ്. അടുത്ത ചോദ്യം, സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കേരള കൗമുദി. ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര? ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര? ഉത്തരം കടുവ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഇനി പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഏത്? സത്താറ. അതുപോലെ അവസാനമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഏത്? അവധ്. അപ്പൊ ഇത് കൊണ്ടുവന്ന ആരാ? ഡൽഹൌസി. ഏത് വർഷമാണ്? 1848. അതുപോലെ ഇത് പിൻവലിച്ചത് ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. ഏത് വർഷമാണ്? 1859. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ്. അതുപോലെ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ. പിന്നെയോ ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്. പിന്നെയോ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. പിന്നെയോ ഇന്ത്യയുടെ ദാരിദ്ര്യരേഖ നിർണയിച്ച ആദ്യ ഇന്ത്യക്കാരൻ. പിന്നെയോ ഇന്ത്യയുടെ ദാരിദ്ര്യരേഖ നിർണയിച്ച ആദ്യ ഇന്ത്യക്കാരൻ. പിന്നെന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ ഇന്ത്യക്കാരൻ. പിന്നെയോ ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ. പിന്നെയോ ബ്രിട്ടനിൽ ബിസിനസ് ആരംഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. മറക്കല്ലും ഇത്രയും പോയിന്റും. ഇതൊക്കെ ആരാണ്? ഇതെല്ലാം ആരാണ്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കിട്ടിയോ? ഉത്തരം ഗുജറാത്ത്. കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത്? ഉത്തരം നെടുമ്പാശ്ശേരി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി?
ഉത്തരം KG ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം ഏതാണ്? ശരിയായ ഉത്തരം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ഡി, CRPF. ഏതാണ്? CRPF. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് നമുക്കെല്ലാവർക്കും അറിയാം. ആരാണത്? രാജാ റാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ നോക്കിക്കോണം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പിതാമഹൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. മറക്കല്ലേ. അടുത്ത ചോദ്യം, മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം. മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം കൊച്ചി. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 UN പ്രഖ്യാപിച്ചത്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായിട്ട് 2010 UN പ്രഖ്യാപിച്ചത്. ഓപ്ഷൻസ് നോക്കിക്കോണേ. പാർപ്പിടത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസ അവകാശം, സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? ശുദ്ധജലത്തിനും ശുചിത്വത്തിനുമുള്ള അവകാശം. മറക്കല്ലേ. ഓപ്ഷൻ ഡി. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം. ഓപ്ഷൻ നോക്കേ. ഏതാണ് ശരിയായ ഉത്തരം ഇവിടെ? ന്യൂസിലൻഡ്. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? ആരുടെയാണ്? നമുക്കറിയാലോ ആരുടെയാണ്? അമേരിക്കൻ പ്രസിഡന്റ്. തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതായിരിക്കാം? ഉത്തരം ഓപ്ഷൻ ഡി, നിശാന്തത. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഒറീസ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരിക്കാം? ചലച്ചിത്രം. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഉത്തരം രാജ്ഘട്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ഉത്തരം തിരുവനന്തപുരം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം മുംബൈ. പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാരംഗി. ഓക്കെ.